എന്നാലും എൻ്റെ രതീഷ് നിന്റെ കാര്യം ആലോചിക്കുമ്പോണ്ട് എനിക്ക് കോമഡി തോന്നുന്നുണ്ട് കേട്ടോ. ശരി എടാ, നീ അല്ലാതെ ആ ഷീലയുടെ ഒക്കെ പുറകെ പോകാൻ നിൽക്കുമോ? എൻ്റെ രമേശേട്ടാ എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എന്നോടാ ചോദ്യം ചോദിക്കട്ടോ. നിങ്ങൾക്കറിയാലോ ഞാൻ എത്ര പെണ്ണുണ്ട്, അതൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് എടാ, നീ ആ കൊടകിലെങ്ങാനും പോയി നല്ല പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് പെണ്ണ് കിട്ടുമായിരുന്നു. കൊടകിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല, അത് നല്ല ഡിമാൻഡാ. നാട്ടിലാകെ ജോലിക്കാർക്കേ വേണ്ടുന്നത്, നമ്മളെപ്പോലെ സാധാരണക്കാരന് ചെയ്യാം. എന്നാലും നീ ആ ഷീല നിന്റെ പ്രായമുള്ള 2 പെമ്മകളുണ്ട് അവൾക്ക്, അറിയോ? അതെ, അത് ചിന്തിച്ചില്ല, ആ സമയത്ത് അത് ചിന്തിച്ചില്ല. പിന്നെ അവളുടെ കെട്ടിയവൻ പുറപ്പെട്ടു പോയതാ, ചത്തുപോയതല്ല. ഇതൊക്കെ ഓർക്കണ്ടേ? ആ സമയത്തൊന്നും ഓർത്തിട്ടാ. പൈസ എത്ര പോയി? 50,000 റുപ്യ അവൾക്ക്. അതും ആ ലോൺ എടുത്ത് പലിശക്കാരനോട്. 50,000 രൂപയോ? എന്നെ സമ്മതിക്കണം കേട്ടാ. എന്താ ചെയ്യാ? എന്നിട്ടിപ്പോൾ എന്തായി? നീ ഒന്നും അറിഞ്ഞില്ലേ? എടാ, അവളാ കെട്ടിൻ്റെ പണിയെടുക്കാൻ സുധാകരനില്ലേ, അവനായിട്ട് എന്തോ ഒരു ചെറിയ പരിപാടി ഉണ്ട്. പക്ഷേ നിങ്ങൾ വേണ്ടതൊന്നും പറഞ്ഞേ. എടാ പൊട്ടാ, നീ നാട്ടിൽ പോയി അന്വേഷിക്കും. നല്ല അന്വേഷിക്കണ്ടേ? നിങ്ങൾ വേണ്ടാന്ന് പറയണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, എനിക്കറിയാം. നീ പറയുന്നത് ഞാൻ ഉണ്ടാക്കിയാണോ? നിങ്ങൾക്ക് ആ ഒരു സ്വഭാവമുണ്ട്. നിനക്ക് എന്നെ അറിയത്തില്ല, നീ ഒരുമാതിരി വർത്താനം പറയാൻ കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്താ അറിയാം? നിനക്ക് നീ അവിടെ പോയിച്ചോളൂ, അവളോട് ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളൂ. അത് ഞാൻ ചോദിച്ചോളൂ. ചോദിക്കടാ. അതിനൊക്കെ ഞാൻ പറ്റില്ലേ? രമേശന്റെ അടുത്താ അവന്റെ കളി.